ഇപ്പോൾ മാടായി കോളേജിൽ രാഷ്ട്രീയം നോക്കി നിയമനം നൽകാൻ കഴിയില്ല എന്ന് MK രാഘവൻ MP. മാടായി സഹകരണ കോളേജിലെ നിയമന വിവാദത്തിലാണ് MK രാഘവന്റെ മറുപടി. താൻ കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസുകാരന് നിയമനം നൽകാനാവില്ല. കോളേജ് നിയമനങ്ങളിൽ അഭിമുഖം നടത്തുന്നത് താനല്ല എന്നും MK രാഘവൻ മറുപടി നൽകി. വിസിറ്റ് വഴിയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. അതുകൊണ്ട് തൽക്കാലം എടുക്കണം എന്ന് നിർബന്ധിച്ചുകൊണ്ടാണ് വീണ്ടും ഞാൻ സ്ഥാനത്തേക്ക് വന്നത്. ഇതിപ്പോ ഒരു 6-7 മാസം മുമ്പാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് നിയമനവുമായി ബന്ധപ്പെട്ട് വിഷയം വരുന്നത്. സർക്കാരും സുപ്രീം കോടതിയും നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾ പ്രകാരമാണ് നിയമനം. ജോലി കിട്ടാത്തവരെ ഇളക്കിവിടുന്നത് ആരെന്നറിയാമെന്നും MK രാഘവൻ പറഞ്ഞു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ, അപേക്ഷയെല്ലാം ക്ഷണിച്ചത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് MK രാഘവൻ MP പറയുന്നു. ഈ പ്രചരിക്കുന്നതൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നിടത്ത് പ്രതിഷേധമോ വിഷയമോ വിവാദമോ അവസാനിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുമ്പോൾ എന്ത് വിശദീകരണമാണ്, എന്ത് മറുപടിയാണ് MK രാഘവൻ മാധ്യമങ്ങളോട് പറയുന്നത്? അപർണ, ഈ മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ അങ്ങേയറ്റം കലുഷിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ നിയമനവുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി MK രാഘവൻ MP രംഗത്തെത്തിയിരിക്കുന്നത്. രാഷ്ട്രീയം നോക്കി നിയമനം നടത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതി ആയതുകൊണ്ട് തന്നെ കോൺഗ്രസുകാർക്ക് നിയമനം നടത്താൻ കഴിയുന്ന സാഹചര്യമല്ല. ഇന്റർവ്യൂ ബോർഡാണ് അഭിമുഖം നടത്തി ആർക്കാണ് നിയമനം നടത്തേണ്ടത് എന്ന തീരുമാനമെടുക്കുക. അതിൽ തന്റെ ഇടപെടൽ നടത്താറില്ല, താൻ ഇടപെടാറില്ല എന്നും പറയുന്നു. സർക്കാരും സുപ്രീം കോടതിയും നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഈ നിയമനം നടന്നിരിക്കുന്നത്. ജോലി കിട്ടാത്ത ആളുകളെ ആരാണ് ഇളക്കിവിടുന്നത് തനിക്ക് അറിയാമെന്നും അദ്ദേഹം പറയുന്നു. അതായത് നിഷ്പക്ഷമായാണ് ഇത്തരം നിയമനം നടത്തിയിരിക്കുന്നത്, അല്ലാതെ തന്റെ ബന്ധു എന്നതോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പരിഗണനകൾ നോക്കിയോ അല്ല അത്തരത്തിൽ നോക്കി നിയമനം നടത്താൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നു. നാക് അക്രഡിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒഴിവുള്ള നിയമനങ്ങൾ പൂർണ്ണമായും വേക്കൻസികൾ ഫില്ല് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരമാണ് അവിടെ നിയമനം നടത്തിയതെന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. പക്ഷേ കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിനും കോൺഗ്രസ് പ്രവർത്തകർക്കും ഇത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മാടായി കോളേജ് നിയന്ത്രിക്കുന്ന സൊസൈറ്റിയിലെ കോൺഗ്രസ് ഭരണസമിതിയാണ് കോളേജ് നിയന്ത്രിക്കുന്നത്. അതിലെ 5 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ DCC സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകം അവർ കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് അനുസൃതമായല്ല പ്രവർത്തിച്ചത്, പാർട്ടി പ്രവർത്തകരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് നേരിട്ട് തന്നെ കോളേജ് സൊസൈറ്റിക്കെതിരെ പടയൊരുക്കം ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. എന്തായാലും നാടകീയമായ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസമാണ് നടന്നത്. കോളേജിൽ ഈ നിയമനവുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ നടക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് ഈ സഹകരണ സമിതിയുടെ ചെയർമാൻ കൂടിയായ MK രാഘവൻ MP എത്തുകയും അദ്ദേഹത്തെ കോൺഗ്രസ് പ്രവർത്തകർ തടയുകയും അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കോഴ വാങ്ങി CPM ബന്ധമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ DYFI പ്രവർത്തകരായ ആളുകൾക്ക് നിയമനം നൽകുന്നു എന്ന ആരോപണമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചത്. പിന്നീട് ഇതിന് പിന്നാലെ ഈ പ്രവർത്തകർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കാപ്പടാൻ ശശിധരൻ, വരുൺ കൃഷ്ണൻ, KV സതീഷ് കുമാർ, KP ശശി എന്നിവർക്കെതിരെയായിരുന്നു നടപടി സ്വീകരിച്ചത്. പിന്നീട് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കൊടുവിൽ ഇവരെ തിരിച്ചെടുക്കാമെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം സമ്മതിച്ചെങ്കിലും പിന്നീട് അത് നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഈ പ്രാദേശിക തലത്തിൽ വലിയ വികാരം ഉയരുകയും നിരവധി ബൂത്ത് കമ്മിറ്റി നേതാക്കൾ അടക്കം രാജിവെക്കുകയും MK രാഘവൻ MPക്കെതിരെ കോലം കത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും അങ്ങേയറ്റം വലിയ പൊട്ടിത്തെറിയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനീഷ്, ഈ ആൾക്കാരെ ഇളക്കി വിടുന്നതിന് പിന്നിൽ ആരാണെന്ന് അറിയാം, അതായത് ആരാണെന്ന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അത് കോൺഗ്രസ് തന്നെയാണല്ലോ MP പറയുന്നത്. കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒന്നടങ്കം നിയമനത്തിൽ പ്രതിഷേധിച്ച് രാജിവെക്കുന്നു. അപ്പോഴും ആ 2 DYFI പ്രവർത്തകരടക്കം ഇന്നലെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തന്റെ കോലം കത്തിക്കുന്നു, തന്നെ കത്തിക്കുന്നതിന് തുല്യമാണ്, ആൾക്കാരെ തനിക്കെതിരെ ഇളക്കി വിടുന്നു എന്ന് പാർട്ടിക്കെതിരെ തന്നെ പറയുന്നൊരു രീതിയിലേക്ക് കൂടിയാണോ MK രാഘവൻ MPയുടെ പ്രതികരണങ്ങൾ കടക്കുന്നത് ഇപ്പോൾ? തീർച്ചയായും പ്രാദേശിക തലത്തിലെ ചില കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലെ ചില വിഷയങ്ങളാണ് ഇത്തരത്തിൽ ആളുകളെ ഇടയ്ക്കുവിടാൻ കാരണമെന്ന് തന്നെയാണ് MK രാഘവൻ MP ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം വെള്ളൂർ മണ്ഡലം പ്രസിഡന്റ് KT ഹരീഷ് രാജിവെച്ചിരുന്നു. അദ്ദേഹം
മണ്ഡലം പ്രസിഡന്റ്, അതായത് വലിയ പദവിയിലുള്ള ഒരു ആളാണ്. അതിനും പിന്നാലെയാണ് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചത്. അവിടെ പ്രസിഡന്റ് അടക്കം 36 അംഗ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളാണ് രാജിവെക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ പല കോണുകളിൽ നിന്നും ഈ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ ആരാണ് ഇതിന് പിന്നിലെന്ന് തനിക്ക് വ്യക്തമാണ് എന്ന് പറയുമ്പോൾ ഈ രാജിവെച്ചവരെയും ഈ പുറത്താക്കപ്പെട്ടവരടക്കമുള്ള ആളുകളെയും അല്ലെങ്കിൽ തനിക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന ആളുകളെയും ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഒരു വശത്ത് MK രാഘവനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും കോലം കത്തിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തെ തടയുകയും ചെയ്ത പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്ത നടപടി ആദ്യമുണ്ടായിരുന്നു. പക്ഷേ ആ ചർച്ചകൾക്കൊടുവിൽ ആ സസ്പെൻഷൻ പിൻവലിക്കുമെന്ന് DCC നേതൃത്വം അറിയിച്ചെങ്കിലും അത് ഉണ്ടാവുകയില്ല. എന്നാൽ പിന്നീട് ഈ നിയമനത്തിന്റെ പേരിൽ തന്നെ പരസ്യമായി നിയമനം എന്ന ഒരു വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ അത്തരം ഒരു വിജ്ഞാപനം ഇറക്കിയില്ലെങ്കിൽ പോലും ഈ നിയമനത്തിന് ഉള്ളിലുള്ള ഈ മാടായി കോളേജിലെ സൊസൈറ്റിയിലെ 5 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ പാർട്ടിയിൽ നിന്നും DCC സസ്പെൻഡ് ചെയ്തിരുന്നു. അതായത് ഈ MK രാഘവൻ MP-യുടെ തീരുമാനത്തിന് അല്ലെങ്കിൽ ഈ ഭരണസമിതി എടുത്തിരിക്കുന്ന നിയമനങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു നിലപാടിലേക്കല്ല പാർട്ടി ജില്ലാ നേതൃത്വം എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാവാൻ കഴിയുന്നത്. അതായത് അനീഷ്, ഞാൻ ചോദിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി 39ഓളം അംഗങ്ങൾ രാജിവെച്ചതായിട്ട് വരിക. നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിലെ ബ്ലോക്കും മണ്ഡലം ഭാരവാഹികളൊക്കെ രാജിവെച്ചു. ഈ കൂട്ടരാജി ഒരു വശത്ത് നടക്കുക, ഈ 5 പേരെ സസ്പെൻഡ് ചെയ്തതും DCC തന്നെയാണ്. പക്ഷേ MK രാഘവനെതിരെ തന്നെ KPCCക്ക് DCC റിപ്പോർട്ട് നൽകിയതായിട്ടുള്ള സൂചനകളും ഉണ്ടായിരുന്നു. അതുകൂടി പുറത്തു വരുന്നു, അല്ലെങ്കിൽ അതുകൂടി സ്ഥിരീകരിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണോ തനിക്കെതിരെ ആളുകളെ ഇളക്കി വിടുന്നത് ആരാണെന്നറിയാം എന്നുള്ളൊരു പരാമർശം MK രാഘവൻ നടത്തുന്നത്? അതായത് കോൺഗ്രസിൽ തനിക്കെതിരെ ഒരു നടപടി വരാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നുണ്ടോ MK രാഘവൻ? തീർച്ചയായും അത്തരത്തിൽ ഈ ജില്ലാ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാദേശിക തലത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രവർത്തകരുടെ രോഷം പൂർണ്ണമായും അവഗണിക്കാൻ കഴിയില്ല. കാര്യം വിവിധ മേഖലകളിൽ കല്യാശ്ശേരി, പയ്യന്നൂർ അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണ തലത്തിലെ ഒരു പാർട്ടി പ്രവർത്തനം പോലെ അല്ല കണ്ണൂർ മണ്ഡലത്തിലെ അല്ലെങ്കിൽ കണ്ണൂരിലെ ജില്ലയിലെ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ചും CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായ ഇടങ്ങളിലെ പ്രവർത്തനം അങ്ങേയറ്റം ദുഷ്കരമായ പ്രവർത്തനമാണ്. K സുധാകരൻ MP, KPCC പ്രസിഡന്റ് പോലും പരസ്യമായി തന്നെ CPM-നെ വെല്ലുവിളിച്ചും കൊണ്ടും കൊടുത്തും എന്ന രീതിയിൽ തന്നെയാണ് അവിടെ മുന്നോട്ട് പോരുന്നതെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത്രയധികം പ്രതിരോധങ്ങൾ തീർത്തുന്ന അല്ലെങ്കിൽ CPM-നെതിരെ ചെറുത്തു നിൽക്കുന്ന പ്രവർത്തകരുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്തുന്ന ഒരു നടപടിയാണ് MP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന വികാരം തന്നെയാണ് പ്രാദേശിക പ്രവർത്തകർ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തോടും ജില്ലാ കോൺഗ്രസ് നേതൃത്വം KPCC നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ബോർഡ് അംഗങ്ങൾ 5 പേരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇക്കാര്യത്തിൽ എന്താണ് MK രാഘവൻ MP-യുടെ പങ്ക് എന്നതിനെ കുറിച്ച് പാർട്ടിക്കുള്ളിൽ ഒരു അന്വേഷണം നടത്തേണ്ടി വരും. ഒപ്പം നിഷ്പക്ഷമായി തന്നെയാണ് ഈ നിയമനം നടത്തേണ്ടതെന്ന് പറയുമ്പോൾ അത് പാർട്ടിയെ മറ്റൊരു പ്രതിരോധത്തിൽ കൂടി തീർക്കുകയാണ്. കാരണം എങ്ങനെ ഇത്തരം ഒരു സഹകരണ സ്ഥാപനമാണെങ്കിലും ഈ അധ്യാപക നിയമനമാണെങ്കിലും അനധ്യാപക നിയമനമാണെങ്കിലും അറ്റൻഡർ നിയമനങ്ങളാണെങ്കിലും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട സാങ്കേതിക നിയമനമാണെങ്കിലും എങ്ങനെ പാർട്ടി നോക്കി നിയമിക്കും എന്നൊരു വലിയ ചോദ്യമാണ്. തീർച്ചയായും MK രാഘവൻ ഒറ്റുകാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാടായി കോളേജിലെ പ്രതിഷേധം നടക്കുന്നത്, കൂട്ടരാജി നടക്കുന്നത്. അതേസമയം ഈ രാഷ്ട്രീയം നോക്കിയ നിയമനം സാധ്യമല്ല, തന്നെ വ്യക്തിഹത്യ നടത്താനുള്ള വിവാദമാണ്, ആരാണ് തനിക്കെതിരെ ആളുകളെ ഇളക്കിവിടുന്നത് എന്നറിയാം എന്ന് MK രാഘവൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു.